ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ എം കാൽക്കുലേറ്റിംഗ്. 2017 ഒക്ടോബർ 7-ാം തീയതി നടന്ന കമ്പനി ബോർഡ് കോർപ്പറേഷൻ LGS എക്സാമിന്റെ ചില ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാനായി പോകുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കും മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ അയൽ രാജ്യം അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ജപ്പാൻ. ഇതിൽ ഇന്ത്യയുടെ അയൽ രാജ്യമല്ലാത്തത് ജപ്പാനാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, മ്യാൻമാർ, ശ്രീലങ്ക, മാലിദ്വീപ് എന്നിവ. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, മ്യാൻമാർ, ശ്രീലങ്ക, മാലിദ്വീപ് എന്നിവ. ഇതിൽ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ എന്നിവ. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ എന്നിവ. ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ശ്രീലങ്കയും മാലിദ്വീപും. ഇന്ത്യയുമായി കടൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ശ്രീലങ്ക, മാലിദ്വീപ് എന്നിവ. ഇന്ത്യ ഏറ്റവും കൂടുതൽ കരയതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ കരയതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. ഇന്ത്യ ഏറ്റവും കുറവ് കരയതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യ ഏറ്റവും കുറവ് കരയതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ചൈന. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപാണ്. എന്നാൽ ഇന്ത്യയുമായി കരയതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപ്. ഇന്ത്യയുമായി കരയതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. ഒരിക്കൽ കൂടി പറയാം. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, മ്യാൻമാർ, ശ്രീലങ്ക, മാലിദ്വീപ്. ഇതിൽ ഇന്ത്യയുമായി കടലതിർത്തി പങ്കിടുന്നത് ശ്രീലങ്കയും മാലിദ്വീപും. കര അതിർത്തി പങ്കിടുന്നത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ എന്നിവ. ഇന്ത്യ ഏറ്റവും കൂടുതൽ കരയതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ട്, ഏറ്റവും കുറവ് കരയതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ട്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈന. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപ്. ഇന്ത്യയുമായി കരയതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാൻ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി, അന്റാർട്ടിക്ക. വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്കയാണ്. വർഷം മുഴുവൻ മഞ്ഞു മൂടി കിടക്കുന്നതിനാലാണ് വെളുത്ത ഭൂഖണ്ഡം എന്ന പേരിൽ അന്റാർട്ടിക്ക അറിയപ്പെടുന്നത്. വർഷം മുഴുവൻ മഞ്ഞു മൂടി കിടക്കുന്നതിനാലാണ് വെളുത്ത ഭൂഖണ്ഡം എന്ന പേരിൽ അന്റാർട്ടിക്ക അറിയപ്പെടുന്നത്. ഭൂമിയിലെ ഏറ്റവും തണുപ്പേറിയതും വരണ്ടതുമായ ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. ഭൂമിയിലെ ഏറ്റവും തണുപ്പേറിയതും വരണ്ടതുമായ ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. മരുഭൂഖണ്ഡം എന്നറിയപ്പെടുന്നതും അന്റാർട്ടിക്കയാണ്. മരുഭൂഖണ്ഡം എന്നറിയപ്പെടുന്നതും അന്റാർട്ടിക്കയാണ്. വലിപ്പത്തിൽ 5-ാം സ്ഥാനത്തുള്ള ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. വലിപ്പത്തിൽ 5-ാം സ്ഥാനത്തുള്ള ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. സ്ഥിരമായി മനുഷ്യവാസമില്ലാത്ത ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. സ്ഥിരമായി മനുഷ്യവാസമില്ലാത്ത സ്ഥലമാണ് അന്റാർട്ടിക്ക. ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ 70% അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികളിലാണുള്ളത്. ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ 75% അന്റാർട്ടിക്കയിലാണ്. അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികളിലാണ്. ഒരിക്കൽ കൂടി പറയാം. വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്ക. വർഷം മുഴുവൻ മഞ്ഞു മൂടി കിടക്കുന്നതിനാലാണ് വെളുത്ത ഭൂഖണ്ഡം എന്ന പേരിൽ അന്റാർട്ടിക്ക അറിയപ്പെടുന്നത്. ഭൂമിയിലെ ഏറ്റവും തണുപ്പേറിയതും വരണ്ടതുമായ ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. മരുഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്കയാണ്. വലിപ്പത്തിൽ 5-ാം സ്ഥാനത്തുള്ള ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. സ്ഥിരമായി മനുഷ്യവാസമില്ലാത്ത ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ 70% സ്ഥിതി ചെയ്യുന്നത് അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികളിലാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ, ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കറിനെയാണ്.
ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ഡോക്ടർ ബി ആർ അംബേദ്കറിനെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറിനെയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. ഒരിക്കൽ കൂടി പറയാം, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറിനെയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. അടുത്ത ചോദ്യം, 2020 ഒളിമ്പിക്സ് അരങ്ങേറുന്ന നഗരം. ഉത്തരം ഓപ്ഷൻ സി ടോക്കിയോ. 2020 ഒളിമ്പിക്സ് അരങ്ങേറുന്ന നഗരം ടോക്കിയോ ആണ്. ടോക്കിയോ ജപ്പാനിലാണ്. 2016 ഒളിമ്പിക്സ് നടന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ്. 2016 ഒളിമ്പിക്സിന്റെ വേദി റിയോ ഡി ജനീറോ ആയിരുന്നു. റിയോ ഡി ജനീറോ ബ്രസീലിലാണ്. 2020 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ജപ്പാനിലെ ടോക്കിയോയിലാണ്. 2024 ഒളിമ്പിക്സിന്റെ വേദി പാരീസ് ആണ്. 2024 ഒളിമ്പിക്സിന്റെ വേദി പാരീസ് ആണ്. പാരീസ് ഫ്രാൻസിലാണ്. 2028 ഒളിമ്പിക്സിന്റെ വേദി ലോസ് ഏഞ്ചൽസ് ആണ്. USA ലോസ് ഏഞ്ചൽസ് ആണ് 2028 ഒളിമ്പിക്സിന്റെ വേദി. ഒരിക്കൽ കൂടി പറയാം, 2016 ഒളിമ്പിക്സിന്റെ വേദി ബ്രസീലിലെ റിയോ ഡി ജനീറോ ആയിരുന്നു. 2020 ഒളിമ്പിക്സിന്റെ വേദി ജപ്പാനിലെ ടോക്കിയോ ആണ്. 2024 ഒളിമ്പിക്സിന്റെ വേദി ഫ്രാൻസിലെ പാരീസ് ആണ്. 2028 ഒളിമ്പിക്സിന്റെ വേദി US ലോസ് ഏഞ്ചൽസ് ആണ്. അടുത്ത ചോദ്യം നോക്കാം, കേരളത്തിന്റെ സംസ്ഥാന മൃഗം. ഉത്തരം ഓപ്ഷൻ എ ആന. കേരളത്തിന്റെ സംസ്ഥാന മൃഗം ആനയാണ്, അല്ലെങ്കിൽ കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ആനയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ്. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഇളനീരാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഇളനീരാണ്. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്കയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്കയാണ്. ഒരിക്കൽ കൂടി പറയാം, കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ആന, കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ, കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ, കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ്, കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന, ഔദ്യോഗിക പാനീയം ഇളനീർ, കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്ക. അടുത്ത ചോദ്യം നോക്കാം, ഇന്ത്യയുടെ ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ സി അരുണാചൽ പ്രദേശ്. കേരളത്തിന്റെ ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. സൂര്യകിരണങ്ങൾ ആദ്യം പതിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. സൂര്യകിരണങ്ങൾ ആദ്യം പതിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. പ്രഭാത കിരണങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. പ്രഭാത കിരണങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനവും അരുണാചൽ പ്രദേശ് ആണ്. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനവും അരുണാചൽ പ്രദേശ് ആണ്. ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. ചുവന്ന മലകളുടെ നാട് എന്നറിയപ്പെടുന്നതും അരുണാചൽ പ്രദേശിനെയാണ്. ചുവന്ന മലകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനവും അരുണാചൽ പ്രദേശ് ആണ്. ഒരിക്കൽ കൂടി പറയാം, ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. സൂര്യകിരണങ്ങൾ ആദ്യം പതിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. പ്രഭാത കിരണങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. ചുവന്ന മലകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനവും അരുണാചൽ പ്രദേശ് ആണ്. അടുത്ത ചോദ്യം, ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഉത്തരം ഓപ്ഷൻ ബി
സോജില ചുരമാണ് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. സോജില ചുരം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. ഹിമാചൽ പ്രദേശും ടിബറ്റും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം. ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശിലാണ്. ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശിലാണ്. ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപുലേഖ് ചുരം. ലിപുലേഖ് ചുരം ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപുലേഖ് ചുരം. ഉത്തരാഖണ്ഡിലാണ്. ലിപുലേഖ് ചുരം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല ചുരം. സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല ചുരം. നാഥുല ചുരം സിക്കിമിലാണ്. നാഥുല ചുരം സിക്കിമിലാണ്. ഒരിക്കൽ കൂടി പറയാം. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. സോജില ചുരം ജമ്മു കാശ്മീരിലാണ്. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം. ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശിലാണ്. ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപുലേഖ് ചുരം. ലിപുലേഖ് ചുരം ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ്. ലിപുലേഖ് ചുരം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല ചുരം. നാഥുല ചുരം സിക്കിമിലാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം? ഉത്തരം ഓപ്ഷൻ സി പയ്യന്നൂർ. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂരാണ്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂരാണ്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പയ്യന്നൂർ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. അല്ലെങ്കിൽ പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാലും ഉത്തരം കെ കേളപ്പനാണ്. പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത് 1930 ഏപ്രിൽ 13 കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത് 1930 ഏപ്രിൽ 13 ഒരിക്കൽ കൂടി പറയാം. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രമാണ് പയ്യന്നൂർ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. അല്ലെങ്കിൽ പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാലും ഉത്തരം കെ കേളപ്പനാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത് 1930 ഏപ്രിൽ 13 അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം. എക്സാം നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം 29 ആയിരുന്നു. എന്നാൽ നിലവിൽ ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം 28 ജമ്മു കാശ്മീർ വിഭജന ബിൽ പ്രകാരം ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയുണ്ടായി. എന്താണ്? ജമ്മു കാശ്മീർ വിഭജന ബില്ല് പ്രകാരം ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചു. അതോടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം 29 നിന്നും 28 കുറഞ്ഞു. അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 7 നിന്നും 9 മാറുകയും ചെയ്തു. എന്താണ്? ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചു. ഇത് പ്രകാരം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം 29 നിന്നും 28 കുറഞ്ഞു. കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 7 നിന്ന് 9 മാറി. അപ്പോൾ നിലവിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം 28, കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 9. അടുത്ത ചോദ്യം, റബ്ബറിന്റെ ജന്മദേശം. ഉത്തരം ഓപ്ഷൻ ബി ബ്രസീൽ. റബ്ബറിന്റെ ജന്മദേശം ബ്രസീലാണ്. ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്ന ബ്രിട്ടീഷുകാരൻ ഹെൻറി എ വിക്ഹാം ആണ്. ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്ന ബ്രിട്ടീഷുകാരനാണ് ഹെൻറി എ വിക്ഹാം. ഇന്ത്യയിൽ റബ്ബർ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ റബ്ബർ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണ്. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. ഒരിക്കൽ കൂടി പറയാം, റബ്ബറിന്റെ ജന്മദേശം ബ്രസീലാണ്. ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്ന ബ്രിട്ടീഷുകാരൻ ഹെൻറി എ വിക്ഹാം ആണ്.
ഇന്ത്യയിൽ റബ്ബർ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കേരളം. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. അപ്പോൾ ഇന്ന് പങ്കുവച്ച ചോദ്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. മറ്റൊരു ഉപയോഗപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.